പുസ്തകങ്ങൾ ഞാൻ ഇതുവരെയും ഒരു പുസ്തകത്തിനും പ്രകാശനം നടത്തിയിട്ടില്ല. അതെനിക്ക് വലിയൊരു ഇടിവായിട്ട് തോന്നി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അറിയില്ല അതൊന്നും. ഞാൻ ഇങ്ങനെ അങ്ങ് ഒഴുകി നടക്കുക. ഞാൻ എപ്പോഴും എഴുത്തും വായനയും വേറെ ഏതൊരു സ്വപ്ന ലോകത്താണ്. പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഒരു പുസ്തകത്തിനും ഞാൻ പ്രകാശനം നടത്തിയിട്ടില്ല. അവസാനം കോവിഡ് ടൈമിൽ 2021 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഗിരീഷ് പുലിയൂർ കവിതാ പഠനം സംഭാഷണം എന്ന് പറഞ്ഞിട്ട് ഒരു 500ഓളം പേജുള്ള ഒരു വലിയ പഠന ഗ്രന്ഥം ഇറങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ CMനെ കൊണ്ട്, പിണറായി വിജയൻ സാറിനെ കൊണ്ട്, അത് പ്രഭാവർമ്മ എന്ന് പറയുന്ന കവിക്ക് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വെച്ച് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിപ്പിക്കാനുള്ള ഒരവസരമുണ്ടായി. കാരണം മറ്റൊരിടത്തും അന്ന് ഇറങ്ങി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു, വിലക്കായിരുന്നു, കൊറോണയുടെ ഭീഷണിയായിരുന്നു. ആ ഒരൊറ്റ പ്രകാശനമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. എൻ്റെ പുസ്തകം ആദ്യം 1991 ഞാൻ കുറേ കവിതകളെല്ലാം കൂടെ കൊണ്ടുപോയി ONV സാറിനെ കാണാൻ പോയി. അപ്പോൾ ONV സാറിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ONVയുടെ കവിതകളോടും എനിക്ക് വലിയ ഇഷ്ടമാണ്. അയ്യപ്പ പണിക്കർ കവിയാണ്, കടമ്മനിട്ട കവിയാണ്, അയ്യപ്പൻ കവിയാണ്, എല്ലാവരെയും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ONV സാറിൻ്റെ കവിതകളുടെ ഒരു രുചി അതെനിക്ക് മറക്കാൻ പറ്റില്ല. എവിടെ നിന്ന് കേട്ടാലും അത് കുട്ടിക്കാലത്തെ പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു തന്ന ഒരു സൗന്ദര്യബോധം. നേരത്തെ പറഞ്ഞ എഴുത്തച്ഛനും കുമാരനാശാനും വൈലോപ്പിള്ളിയും അവരിലൊക്കെ തുടർന്നു വരുന്ന ഒരു സുഗന്ധം ONVയുടെ വരികളിൽ ഏത് വരി എടുത്താലും എനിക്കത് അനുഭവവേദ്യമായിരുന്നു. ആവശ്യമില്ലാതെയുള്ള ഒരു പരീക്ഷണത്തിലേക്കൊന്നും പോകാതെ അർത്ഥഗർഭമായിട്ടുള്ള കാവ്യ സൗന്ദര്യം ഇങ്ങനെ വാരി വിതറുന്ന ഒരുപാട് വരികൾ. വേദനിക്കിലും വേദനിപ്പിക്കിലും വേണമീ സ്നേഹബന്ധങ്ങൾ ഊഴിയിൽ, അതൊന്ന്. കാണെ വയസ്സാവുന്നു മക്കൾക്കെല്ലാം, എന്നാലമ്മേ വീണക്കമ്പികൾ മീട്ടുകയല്ലി നവതാരുണ്യം നിൻ തിരൂടലിൽ. ഇതൊക്കെ കുട്ടിയായിരിക്കുമ്പോഴേ, ഒരു സ്കൂൾ കുട്ടിയായിരിക്കുമ്പോഴേ ONVയുടെ വരികൾ ഇങ്ങനെ മനസ്സിൽ കയറി. അന്നൊന്നും പാഠപുസ്തകങ്ങളിൽ അയ്യപ്പ പണിക്കർ സാറില്ല, കടമ്മനിട്ടയില്ല, വിനേന്ദ്രനില്ല, ഇവരൊന്നും വന്നിട്ടില്ല പാഠപുസ്തകത്തിൽ. എൻ്റെ പാഠപുസ്തകത്തിൽ, ഞങ്ങളുടെ തലമുറയിലെ പാഠപുസ്തകത്തിൽ വൈലോപ്പിള്ളി, ഇടശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ-നമ്പ്യാർ ഇവരോടൊപ്പം വന്ന കവികൾ ആരെന്ന് ചോദിച്ചാൽ ONV ഉണ്ടായിരുന്നു. ഇളം തലമുറയിൽ, അന്നത്തെ ഇളം തലമുറയിൽ സുഗതകുമാരിയുടെ കവിതയുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് പേരുടെ കവിത മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. ബാക്കിയെല്ലാം വൈലോപ്പിള്ളി, ഇടശ്ശേരി, അങ്ങനെയുള്ള മുതിർന്ന ഒരു കുഞ്ഞിരാമൻ നായർ അങ്ങനെയുള്ളവരുടെ കവിതയായിരുന്നു. അപ്പോൾ ഇത് കാണാതെ പഠിച്ച് ONVയോടുള്ള വല്ലാത്തൊരു അക്ഷര സൗഹൃദം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് അവതാരിക എഴുതരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. സാർ എന്നെ സാകൂതം ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ഇതിനേക്കാൾ ഒരു ഇരട്ടിയുടെ വണ്ണവും നല്ല തടിയും ഒക്കെ ഉണ്ടായിരുന്നു. കൈയൊക്കെ കുറേ കൂടെ ബലിഷ്ടമായിരുന്നു. ഞാൻ പിന്നെ നോക്കുമ്പോൾ സാറിൻ്റെ ഒരു അന്നത്തെ പ്രായവും വളരെ ഒരു കാലത്ത് ONV സാർ നല്ല കട്ടയായിരുന്നു, ഒരു ജിങ്കാനയെ പോലെ ഇരുന്നു. പിന്നെയാണ് സാറിൻ്റെ ശരീരം ശോഷിച്ചത്. VSൻ്റെ ശരീരവും നമുക്ക് കണ്ടാൽ അറിയാം. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോയെ കൊണ്ട് നല്ല കട്ടിയായിരിക്കും, ഗണ്ഡ സൗന്ദര്യത്തോടൊക്കെ കൂടി. അപ്പോൾ ONV സാർ ഇങ്ങനെ എഴുതി തന്നു. അത് വളരെ സ്തുതിക്കുന്ന തരത്തിലായിരുന്നു. എനിക്ക് വളരെ ഊർജം നൽകുന്ന രീതിയിലുള്ള ഒരു അവതാരികയായിരുന്നു. എന്നോട് സാറ് സ്നേഹബുദ്ധി കൊണ്ടായിരിക്കാം എന്നെ വളരെയധികം വാത്സല്യത്തോടെ പ്രശംസിച്ചു. ഗുരുനാഥൻ ഇന്നില്ല, പക്ഷേ എന്നും മനസ്സിലിങ്ങനെ ഓടിമറയുന്ന വലിയ മുഖങ്ങളിൽ ഒന്നാണ് ONV സാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വരികളും ചിന്തകളും വാക്കുകളും ഒക്കെ ഇപ്പോഴും ഞങ്ങളുടെ തലമുറയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പുസ്തകം മാമ്പൂ മണക്കണ്. ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ഒറ്റയൻ്റെ ഹൃദയം എന്നായിരുന്നു. കാട് കരിഞ്ഞു വീണ്ടും തടവറ വാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൻ. 1987 3-ാം വർഷം BAക്ക് പഠിക്കുമ്പോൾ, അതിൻ്റെ ഏകദേശം എൻഡായി, BA തീരാറായപ്പോൾ ഞാൻ എഴുതിയ കവിതയാണ്. ഒറ്റയൻ്റെ ഹൃദയം എന്നായിരുന്നു അതിൻ്റെ പേര്. കാട് കരിഞ്ഞു വീണ്ടും തടവറ വാതിൽ പൊളിച്ചു വരുന്നു കൊമ്പൻ, കണ്ണിലുമിത്തി നീറിയ കാലം ചങ്ങല പൊട്ടിച്ചലറിയ കോലം, ചിഹ്നം വിളിയിൽ തിരമാലകളുടെ കുന്നു കുലുങ്ങി തുമ്പിക്കൈയിൽ കൊമ്പുകൾ രണ്ടുമൊടിഞ്ഞതിരുട്ടിൻ കോട്ടകൾ കുത്തി മറിക്കും നേരം, വാലു ചുഴറ്റി തല്ലുകയാലെ കാലത്തിന്റെ കവിൽ നനയുന്നു, ചേറ്റിലിറങ്ങി നടന്ന നിലത്തോ മാനക്കേടിൻ മാരി പൊഴിഞ്ഞു, ചന്ദ്രദിവാകരമണികൾ കഴുത്തിൽ ചന്തത്തോടെ കുലുക്കി നടക്കും, നക്ഷത്രങ്ങളെ നുള്ളിയെടുത്ത വക്ഷസ്സിൽ വരണാഞ്ജലി ചാർത്തും.
മേലെ മാന തമ്പിളി പോലും എന്റെ കറമ്പൻ കാൽപ്പാടല്ലോ, താഴെ നിലത്തോ കുന്നും കുഴിയും മാനം കൊണ്ടു കറുത്ത വിനോദം, ശക്തി കുരുത്ത് കിടക്കുകയാണ് ഈ കത്തിയെരിഞ്ഞ കരിപ്പാടത്തിൽ. മസ്തകമാര് തകർക്കും, മസ്തകമാര് തകർക്കും, ഞാൻ ഇന്നൊറ്റ തിരിഞ്ഞവനാണെന്നാലും. മസ്തകമാര് തകർക്കും, ഞാൻ ഇന്നൊറ്റ തിരിഞ്ഞവനാണെന്നാലും. ഇങ്ങനെയാണ് ആ കവിത തുടങ്ങി അവസാനിക്കുന്നത്. ഇതിനിടയ്ക്ക് വേറെ കുറേ വരികളുണ്ട്. ഇതൊക്കെ ONV സാറിന് വളരെ ഇഷ്ടപ്പെട്ടു. ONV സാർ വളരെ ഭംഗിയായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയും എന്നെ നല്ല ഒരു പീഠത്തിലിരുത്തിക്കൊണ്ട് അനുഗ്രഹിച്ച് അവതാരിക എഴുതി തരികയും ചെയ്തു.